എന്താ? वो बीमार है मैडम. ഒരക്ഷരം എനിക്ക് മനസ്സിലായില്ല. വേറെ ആരെങ്കിലും പറ. అమ్మాయి ఒంట్లో బాగలేదు. ഓ, എനിക്കറിയാവുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറ കൊച്ചുങ്ങളെ. മാഡം, ജോസൂട്ടിക്ക് തീരെ സുഖമില്ല. ലേഡീസ് ഹോസ്റ്റലിൽ ജോസൂട്ടിയോ? അതാരാത്? ജോസഫൈൻ, 207 ജോസഫൈൻ. വയറുവേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി മാഡം. അവിടെ ഇവിടെയൊക്കെ പോയി വല്ലതുമൊക്കെ വലിച്ചു വാരി തിന്നുമ്പം നീ ഒന്നും ഇത് ആലോചിക്കില്ല. നട്ടപ്പാതിരായിക്കും മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട്. ദേ, ആ മെസ്സിലെങ്ങാനും ചെന്ന് വല്ല ഇഞ്ചിയും നാരങ്ങ ഇടിച്ചു പൊഴിഞ്ഞ അവളെ തൊള്ളയിൽ ഒഴിച്ചു കൊടുക്കും. അതൊക്കെ നോക്കി മാഡം, ഒരു പ്രയോജനവും ഇല്ല. നിലവിളിച്ചോണ്ടേ ഇരിക്കുക. അത് പട്ടിയ മാഡം, ജോസൂട്ടിയല്ല. അതിനിപ്പോ ഞാനെന്ത് വേണം? ഡോക്ടർക്കൊന്ന് ഫോൺ ചെയ്യണം. ഈ നേരത്തെ ഏത് ഡോക്ടർ വരാനാ? രാധികയെ വിളിച്ചാൽ മതി, അവൾ വന്ന് കൊണ്ടുപോയിക്കോളും. എനിക്ക് അവളുടെ നമ്പർ ഒന്നും അറിഞ്ഞൂടാ. നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്തായി? എൻഗേജ്ഡ്. ആരോടും ഒന്നും പറയണ്ട. എനിക്കൊന്നും അറിയുകയില്ല. കാര്യം നടക്കുന്നവരെ രാധിക ഒന്നും അറിയരുത്. ഏത് നമ്പറാ നീ വിളിച്ചത്? 48444448. കീപ് ട്രൈയിങ്. രാധിക, നീ എവിടെ പോണു ഈ പാതിരാക്കി? ഹോസ്റ്റൽ വരെ. ജോസൂട്ടിക്ക് തീരെ സുഖമില്ല. ഞാനൊന്ന് ഉടനെ അവിടെ വരെ ചെല്ലണമെന്ന്. ആ ഡ്രൈവർ രാമകൃഷ്ണൻ നായർ സിനിമയ്ക്ക് പോയിരിക്കുക. വരാറായി. കാത്തു നിൽക്കാനൊന്നും നേരമില്ല. അയാൾ ഏത് കോലത്തിലെ വരികയെന്നും അറിയില്ല. ഞാൻ ഓടിച്ചോളാം. എന്നാ ശാന്തമെങ്കിലും കൂട്ടിട്ട് പോ. അമ്മയും കുട്ടിയൊന്നും വേണ്ട അമ്മായി. ഞാൻ അവിടെ ഡോക്ടറെ കാണിച്ചിട്ട് ഉടനെ വന്നേക്കാം. രാധിക, രാധിക, ദേ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇത്? ഡയമണ്ട് റിംഗ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നിനക്ക് വേണ്ടിയാ. മറ്റാരുടെ കയ്യിലും ഇതുപോലൊന്നും ഉണ്ടായിരിക്കരുതെന്ന് കരുതി പ്രത്യേകം ഉണ്ടാക്കിച്ചതാ. യു ആർ ഗ്രേറ്റ് അമ്മായി. അമ്മായിയുടെ ഗ്രേറ്റ്നെസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. വെളുപ്പാങ്കാലത്താണല്ലോ തിരിച്ചു വന്ന് കയറിയത്. എന്തായി ആ പെണ്ണിന്റെ കാര്യം? ആരുടെ? ആ നസറാണിയുടെ. എന്താ എന്റെ പേര്? ജോർജ് കുട്ടിയോ? ജോസൂട്ടി. ആ അമ്മായി, അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും കൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഒപ്പിച്ച പണിയാ. But it was a grand surprise. എന്തായിരുന്നു ബഹളം! ഡാൻസും പാട്ടും. ഹോസ്റ്റൽ എടുത്ത് ഞങ്ങൾ തലകുത്തല വെച്ചു. അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവരൊക്കെ ഞങ്ങൾ പൂട്ടി. എല്ലാം പിഴച്ച പെണ്ണിന്റെ പദ്ധതിയായിരിക്കും അല്ലേ? അവക്ക് പറ്റിയൊരു പേരും ജോസൂട്ടി. അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേര് തന്നെ. നോ, അവരുടെ ജോസഫൈൻ, ഞങ്ങളുടെ കുസൃതിക്കുട്ടി, എന്റെ ജോസൂട്ടി. മതി മതി വിസ്തരിച്ചതൊക്കെ. കാലത്ത് മുതൽ നിന്നെ കാണാൻ ഫാക്ടറിയിൽ നിന്ന് ഓരോരുത്തരും ഒന്ന് കാത്തിരിക്കുക. മണി 12ആയി. വേഗം ഒന്ന് കുളിച്ച് താഴേക്ക് വാ. തോന്നിയാസം കാണിച്ചതും പോരാ, തർക്കോത്തരം പറയുന്നോ? ഇതെന്താ ഹോസ്റ്റലാണോ ചന്തയാണോ? ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും അന്തസ്സും അച്ചടക്കവും ഉള്ള ഒരു കോളേജ് ഉണ്ടാക്കിയെടുത്തത് മറുനാടൻ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാണ്. ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുള്ള പല കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട്. അവരാരെയും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിന്നെയൊക്കെ പോലുള്ള കുറെ മലയാളി കുരുത്തം കെട്ട ജാതികൾ ഇവിടെ വന്ന് പെട്ടതോടെ ഡിസിപ്ലിനും പോയി, ഡിഗ്നിറ്റിയും പോയി. അടുത്ത വർഷം മുതൽ ഒരൊറ്റ മലയാളി ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബോർഡ് മീറ്റിംഗിൽ പറയും. അപ്പോ മാഡം പുറത്താവോ? മാഡം എങ്ങനെ പുറത്താവും? മാഡം മലയാളിയല്ലോ. മാഡത്തിന്റെ അച്ഛന്റെ പേര് നിനക്കറിയോ? നോ. സർ വില്യം ട്രീ ഡോഗ്. ട്രീ ഡോഗോ? മലയാളത്തിൽ ട്രീ എന്ന് വെച്ചാ മരം, ഡോഗ് എന്ന് വെച്ചാ പട്ടി.
അപ്പൊ മരപ്പെട്ടിന്നല്ലേ? അതാണല്ലേ മാഡത്തിനെ എല്ലാരും മരപ്പെട്ടി മരപ്പെട്ടി എന്ന് വിളിക്കുന്നത്. ആരാടി എന്നെ മരപ്പെട്ടി വിളിച്ചത്? ഞങ്ങളല്ല, ആ ഗീതയാ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് കൂത്താടിയപ്പോ മര്യാദയ്ക്ക് റൂമിൽ കിടന്നുറങ്ങിയത് അവളും അവളുടെ കൂട്ടുകാരികളുമാ. അവളാ 64 പേരുടെ ഒപ്പിട്ട് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് എനിക്ക് എഴുതി തന്നത്. ഒരു കോപ്പി പ്രിൻസിപ്പലിനും പോയിട്ടുണ്ട്. 1-ാം പ്രതി നീയാ. ഓഹോ, അവൾ അത്രയ്ക്കായോ? ആ ആയി. ഇന്നലെ കാണിച്ച ബേളത്തിന് മാത്രമല്ല ഞാൻ കംപ്ലൈന്റ് എഴുതിയിരിക്കുന്നത്. എന്റെ മുറിയിൽ കയറി ബിസ്ക്കറ്റ് മോഷ്ടിച്ചതിനും, എന്റെ പെർഫ്യൂം മുഴുവനും എടുത്ത് ഹോസ്റ്റൽ ബെഡ്ഷീറ്റിൽ അടിച്ചതിനും, എന്റെ ഷാംപൂ എടുത്ത് ടോയ്ലറ്റിൽ ഒഴിച്ചതിനും. ഷാംപൂ ടോയ്ലറ്റിൽ ഒഴിച്ചത് ഞാനല്ല. നീയല്ല, നിന്റെ ഫ്രണ്ടില്ലേ ആ ഈനാം പേച്ചി, രാധിക മോറോൺ. ഡി, അവളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറയോടി, അവക്ക് അസൂയ എന്നോട്. ഹെഡ് കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയപ്പോ തൊട്ട്. നീ അത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതെ, എന്റെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അയച്ചു തരുന്നുണ്ട്. അവളെയും അവളുടെ കുടുംബത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് എന്റെ അച്ഛന്റെ അടുത്തുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഡി, ഗീത, നമ്മൾ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? മാഡം, വി ഹാവ് ഗിവൻ അവർ കംപ്ലൈന്റ്. വി വാണ്ട് ജോസഫിൻ ആൻഡ് രാധിക ടു അപ്പോളജൈസ് ടു us. ഓയ്, ഞാനും രാധിക നിന്റെ അടുത്ത് മാപ്പ് പറയുന്നു. നീ സ്വപ്നത്തിൽ പോലും കാണണ്ടടി നീർക്കോലി. എന്താണ് നിങ്ങൾ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ പെരുമാറണം. ആരോട് മാപ്പ് പറയണേ? കോളേജിൽ ചെല്ലുമ്പോ പ്രിൻസിപ്പൽ തീരുമാനിക്കും. പോകാനാ പറഞ്ഞത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് Thank you ഓഫ് so ദി ഡേ. much. കേസിന്റെ പേപ്പേഴ്സ് ഞാൻ ഓഫീസിൽ കൊടുത്തേക്കാം. പറ്റേ? ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ. ആ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ആ ഓക്കെ, ഇങ്ങോട്ട് വാ. നിന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല. ദാ നോക്ക്. ഇതെല്ലാം ഏത് രാജ്യത്തെ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നാ ഒപ്പിച്ചത്? തമാശ വേണ്ട, തമാശ വേണ്ട. ഇന്നൊരു നല്ല ദിവസാ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട ദിവസം. നോക്ക്, 11 പേരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആളെ തിരഞ്ഞെടുക്കേണ്ട ജോലി മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. ഓക്കെ? ദേ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കളപ്പുരയ്ക്കൽ ഗോവിന്ദമേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ റിട്ടയർ ആയോ? ഇത് അദ്ദേഹത്തിന്റെ മോൻ രാജമേനോൻ IPS. അമ്മായിയോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പോലീസിന്ന് കേട്ടാലേ എനിക്ക് പേടിയാന്ന്. എന്നാ വേണ്ട. ആ ദാ മിസ്റ്റർ കരുണാകരൻ. യോ, മുടിയൊക്കെ നരച്ച് ജുബയും കണ്ണടയൊക്കെ ഇട്ട് വേറൊരു ഷേപ്പിലായിരുന്നല്ലോ. ഡോക്ടർ കരുണാകരൻ കർത്ത. എന്റെ അമ്മായി, ഈ കർത്താവും സ്വാമി അയ്യപ്പനും യേശുക്രിസ്തു ഒന്നും അല്ലാതെ വല്ല സച്ചിനെന്നോ ജഡേജാന്നോ കപിൽ ദേവെന്നോ ഒക്കെയുള്ള ആളുകളൊന്നും അമ്മായിക്ക് കിട്ടൂലേ. പേരാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ദാ രാഹുൽ, എഞ്ചിനീയർ. അമ്മായിക്ക് ഷുവർ ആണോ? അതെ. ഫോട്ടോ മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ലെന്ന്. കണ്ണ, നമ്മുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസർ രാഘവൻ പിള്ള കൊണ്ടുവന്ന ആലോചനയാ. ജാതകം ചേരും. പേരെനിക്കിഷ്ടായി. ഈശ്വര. പക്ഷേ ആളൊരു തരം ഇരുത്തിക്കെട്ടിയ ബൊമ്മ മാതിരി. നമുക്കൊരു കാര്യം ചെയ്യാം, രാഹുലിന്റെ പേര് നമുക്ക് കരുണാകരന് കൊടുക്കാം. എന്നിട്ട് കരുണാകരനെ നമുക്ക് ജഡ്ജിയാക്കാം. എന്നിട്ട് ആ ഗോവിന്ദമേനോനെ പിടിച്ച് എഞ്ചിനീയർ ആക്കാം. എഞ്ചിനീയർ വേണമെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ. എന്നിട്ട് ആ പോലീസുകാരന്റെ ജാതകം ഡോക്ടറുമായിട്ട് ചേരുമെന്ന് നോക്കാം. അമ്മായി എന്തു പറയുന്നു? ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? പോടാ. ലിസൺ, ഇനി എന്റെ വീട്ടിലോ കോളേജിലോ വിളിച്ചെന്നെ ശല്യപ്പെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. വെക്കട ഫോൺ. ഇഡിയറ്റ്. എന്താടി പ്രശ്നം? ആരാ വിളിച്ചേ? നോ, നത്തിങ്. ഏയ്, എന്താന്ന് പറ. സരിക്കോ, അവനായിരിക്കും ആ വായി നോക്കി. ഒരുത്തൻ കുറെ നാളായിട്ട് അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവളോടത് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടം. ഫസ്റ്റ് അവർ കട്ട് ചെയ്യണ്ട, വാ.
ആക്ച്വലി രാധിക ചെയർമാൻ ആകുന്നതാ നമുക്കെല്ലാം നല്ലത്. ശരിയാ, മറ്റവൾക്ക് വലിയ ഇംഗ്ലീഷുകാരിയാണെന്നുള്ള തണ്ട. പക്ഷെ NRI സ്റ്റുഡൻസ് മുഴുവനും അവൾക്കേ വോട്ട് ചെയ്യൂ. നോക്കിക്കോ, അവളെ ജയിക്കൂ, ഷുവറാ. കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാൻഡിഡേറ്റ്സ് ആർ മിസ് രാധിക മേനോൻ BSc ഫിസിക്സ് ഫൈനൽ ഇയർ ആൻഡ് മിസ് ഗീത ദാമോദരൻ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. ഇത്രയും വർഷത്തെ ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള അവിശ്വസനീയമായ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ചെയർമാനെ തെരഞ്ഞെടുത്തിരുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ രീതിയിൽ തെരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിയർ ഈസ് ദ ഇലക്ഷൻ റിസൾട്ട്. രാധിക മേനൻ 1118 വോട്ട്സ്. ഗീത ദാമോദരൻ No, it is 1118 votes only. ഇവിടെ രണ്ടുപേർക്ക് ഒരു കോളേജിലെ ചെയർമാൻ ആകാൻ കഴിയാത്തതുകൊണ്ട് ഇവരിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്റ്റാഫ് കമ്മിറ്റിയും കോളേജ് മാനേജ്മെന്റും ഞങ്ങളും ചേർന്ന് ഇരുവരുടെയും മെറിറ്റുകൾ താരതമ്യപ്പെടുത്തിയപ്പോൾ ഹോസ്റ്റലിൽ മിസ്ബിഹേവ് ചെയ്തതിന് 64 പേരുടെ ഒപ്പിട്ട ഒരു പരാതി രാധികയുടെ പേരിൽ ബ്ലാക്ക് മാർക്കായി കണ്ടു. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിസ് ഗീത ദാമോദരനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. So, on behalf of the management and students, I congratulate Miss Geeta Damodaran. ഏയ് ജോസുട്ടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? തോൽവിയും ജയവും നമ്മുടെ ഇടയിൽ എപ്പോഴും ഉള്ളതല്ലേ. ഞാൻ കാരണം രാധിക തോറ്റത്. നമ്മളെല്ലാം കൂടി ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ബഹളം കാരണമാണ് വാർഡൻ കംപ്ലൈന്റ് എഴുതിയത്. രാധികയ്ക്ക് ബ്ലാക്ക് മാർക്ക് വീണത്. സോറി. വാട്ട്സ് ഓൾ ദിസ്? എന്താ ഇത്? ഭൂകമ്പം. ഭൂകമ്പോ? എവിടെ? ലത്തൂരിൽ അത് നടന്നിട്ട് കൊല്ലം എത്രയായി? ഇപ്പൊ എന്താ പിരിവ്? 1,00,000 വീടിന് കാശ് പിരിച്ചയച്ചിട്ട് ഓരോരുത്തർ അതിൽ കൈയിട്ട് വാരിയത് കൊണ്ട് 50,000 വീടിനുള്ള കാശേ അവിടെ എത്തിയുള്ളൂ. അതുകൊണ്ട് ബാക്കി 50,000-ത്തിന് വേണ്ടി വീണ്ടും പിരിക്കുക. എന്തെങ്കിലും തരൂ മാഡം. അയ്യോ, ഇത് പുതിയ പൂട്ടാണല്ലോ. ഇത് ആരാ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്കേ. കുട്ടിപ്പാറോ, കുട്ടിപ്പാറോ, ബഹളം വെക്കണ്ട. ഓ, വരുന്നു. രാത്രി കിടന്ന് കൂവണ്ട. വാതിൽ തുറക്ക്. ആരാ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നെ? അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പൂട്ട് മാറ്റുവോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഓ, അവള് അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു കാണും. നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. 1-ാം പ്രതി ജോസൂട്ടിയും 2-ാം പ്രതി രാധിക കുഞ്ഞുവാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്ത് വിടണ്ടെന്ന പുതിയ ഓർഡർ. അല്ല പിന്നെ അവളുടെ ഓർഡർ ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് കാലത്ത് തീരുമാനിക്കാം. കമോൺ. ഓക്കേ. മനസ്സി രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ.
ഏയ് ഗെറ്റ് അപ്പ്. ഫസ്റ്റ് ഒരു പ്രാക്ടിക്കലാ. എന്റെ പേസ്റ്റ് തീർന്നു. നിന്റെ കയ്യിലുണ്ടോ? നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കുന്നു? Geeta, listen to me. Geeta, please, Geeta. Geeta. മഹാഭാവം ചെയ്തത് ആരും അല്ല, അവൾ തന്നെ, ആ ജോസഫിൻ. മറ്റാരും ചെയ്യില്ല ഇങ്ങനെ ഒരു തോന്നിവാസം. എന്താ ഇവിടെ ബഹളം? ഗീത, Stop it. Listen to me. Stop it. വാതിൽ വിളിച്ചിട്ട് കാര്യമില്ല. അതിനുള്ളിൽ ആരുമില്ല. ഗീത, കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഗീത, please. Please cool down, ഗീത. Cool down. മാഡം, ഇന്നലെ പാതിരയ്ക്ക് ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യൂ. ഇന്ന് മുടി വെട്ടാൻ തയ്യാറായവള് നാളെ തലവെട്ടിന്ന് വരും. കുട്ടി എന്റെ കൂടെ വരൂ, ഒരു കംപ്ലൈന്റ് എഴുതരൂ. കം. കുട്ടി ഇരിക്കൂ. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു, നല്ല തിളക്കമായിരുന്നു. എൻ്റെ ചുവടുകൾക്കൊത്ത് ആടി ഒലിയുമായിരുന്നു, ആർത്ത് ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്ന, എൻ്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതൂ. വേറൊരു പേന കൊടുക്കും മാഡം. മുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു. അവള് കരഞ്ഞോ? കയ്യിന്നൊരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. അവള് കിടന്ന് കാറും കൂവും ഒക്കെ ചെയ്തു പോലും. അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിനാ ജോസൂട്ടിയുടെ മെക്കിട്ട് കയറുന്നേ? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടിയും കൂടെ മതിൽ ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി. അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. നീ നിന്നെ തന്നെ കമ്മിയോ? നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയതിന് കൂലി. ഞാൻ ആരെക്കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. സരിക, Sariga, there is a letter for you. Please keep this. 1 second. Idiot. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ? വായിച്ചു നോക്ക്. അതേ വായി നോക്കി ആ ബൈക്കിൽ വരുന്നവൻ. മതി, ഞാൻ അച്ഛനോട് പറയാൻ പോവാ. എത്രാമത്തെ തവണയാണെന്നറിയോ എവിടെ പോയാലും പുറകെ നടന്ന് ഉപദ്രവിക്കുക. വൃത്തികെട്ടവൻ. ഇനി സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, നീ ഇഗ്നോർ ചെയ്താ മതി. കുറെ കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പൊയ്ക്കോളും.